കേരളത്തിന്റെ മണ്ണിൽ മതസൗഹാർദ്ദത്തിന്റെ പര്യായമായി മാറുന്ന മനോഹരമായ ഒരു കാഴ്ചയ്ക്കാണ് കാസർഗോഡ് അരവത്ത് സാക്ഷ്യം വഹിച്ചത്. ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിന് സ്ഥാനമില്ലെന്ന് തെളിയിച്ചുകൊണ്ട് ഒരു ക്ഷേത്രമുറ്റം ഇസ്ലാം മതവിശ്വാസികളുടെ നോമ്പുതുറയ്ക്ക് വേദിയായ വാർത്ത ഏറെ ആവേശത്തോടെയാണ് സാംസ്കാരിക ലോകം ഏറ്റെടുത്തിരിക്കുന്നത്. അരവത്ത് മട്ടങ്ങാനം കഴകം പൂവാണക്കുടി ക്ഷേത്രത്തിലാണ് ഈ മാതൃകാപരമായ ചടങ്ങ് നടന്നത്. ക്ഷേത്രത്തിലെ പുനഃപ്രതിഷ്ഠാ മഹോത്സവത്തിന്റെ ഭാഗമായി നടന്ന ഈ ചടങ്ങ് കേവലം ഒരു ഭക്ഷണ വിതരണമായിരുന്നില്ല, മറിച്ച് കാലങ്ങളായി മലയാളി കാത്തു സൂക്ഷിക്കുന്ന സഹോദര്യത്തിന്റെ വിളംബരം കൂടിയായിരുന്നു. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകളുടെ തിരക്കിലായിരുന്നു ക്ഷേത്രവും പരിസരവും. ആഘോഷങ്ങളുടെ ഭാഗമായി വലിയ രീതിയിലുള്ള അന്നദാനം ക്ഷേത്രത്തിൽ ഒരുക്കിയിരുന്നു. എന്നാൽ പരിശുദ്ധമായ റംസാൻ വ്രതമനുഷ്ഠിക്കുന്നതിനാൽ അയൽപ്പക്കത്തെ മുസ്ലിം കുടുംബങ്ങൾക്ക് ക്ഷേത്രത്തിലെ അന്നദാനത്തിൽ പങ്കെടുക്കാൻ സാധിക്കുമായിരുന്നില്ല. തങ്ങളുടെ ആഘോഷത്തിൽ അയൽവാസികളായ സഹോദരങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയാത്തതിലുള്ള വിഷമം ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ തിരിച്ചറിഞ്ഞു. ഈ പ്രതിസന്ധിക്ക് പരിഹാരമായാണ് ക്ഷേത്രമുറ്റത്ത് തന്നെ അവർക്കായി ഒരു സമൂഹ നോമ്പുതുറ ഒരുക്കാൻ ആഘോഷ കമ്മിറ്റി തീരുമാനിച്ചത്. ഈ മഹത്തായ ആശയത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് പൂവാണം UA കമ്മിറ്റിയാണ്. നാടിന്റെ നന്മയ്ക്കായി പ്രവാസ ലോകത്തിരുന്നുള്ള അവരുടെ കരുതൽ ഏറെ ശ്രദ്ധേയമായി. ഗൾഫ് നാടുകളിൽ വിവിധ മതസ്ഥർ ഒരുമിച്ച് ജീവിക്കുന്ന അനുഭവം സ്വന്തം നാട്ടിലും അനർത്ഥമാക്കാൻ അവർക്ക് സാധിച്ചു. UA കമ്മിറ്റിയുടെ പൂർണ്ണമായ പിന്തുണയോടെ ക്ഷേത്രമുറ്റത്ത് പന്തലൊരുങ്ങി. ഭക്ഷണ സാധനങ്ങൾ ഒരുക്കുന്നതിലും വിതരണം ചെയ്യുന്നതിലും ജാതിമത ഭേദമന്യേ നാട്ടുകാർ ഒന്നിച്ചിറങ്ങി. ക്ഷേത്രമുറ്റത്ത് പായ വിരിച്ചും കസേരകൾ നിരത്തിയും നോമ്പ് തുറക്കാൻ എത്തുന്നവർക്കായി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി. ക്ഷേത്രത്തിലെ മന്ത്രോച്ചാരണങ്ങൾക്കിടയിൽ ദൂരെ പള്ളികളിൽ നിന്ന് 6:39 മഗ്രിബ് ബാങ്ക് മുഴങ്ങി. ആ നിമിഷം ക്ഷേത്രമുറ്റത്തിരുന്നിരുന്ന മുസ്ലിം സഹോദരങ്ങൾ കാരക്കയും നാരങ്ങ സർബത്തും കഴിച്ച വ്രതശുദ്ധിയുടെ ധന്യനിമിഷം ആഘോഷിച്ചു. ക്ഷേത്ര കവാടത്തിലൂടെ പ്രവേശിച്ചവർക്ക് മുന്നിൽ ആദ്യം എത്തിയത് നാരങ്ങ വെള്ളവും ഈന്തപ്പഴവുമായിരുന്നു. ഹൈന്ദവ വിശ്വാസികളായ ക്ഷേത്ര ഭാരവാഹികൾ തന്നെയായിരുന്നു നോമ്പുകാർക്ക് ഭക്ഷണം വിളമ്പിയത്. മനുഷ്യത്വമാണ് ഏറ്റവും വലിയ ദർശനമെന്ന് അവർ ഈ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു. നോമ്പുതുറയുടെ വിഭവങ്ങൾ ലളിതമെങ്കിലും അവയിൽ കലർന്ന സ്നേഹം അതിരുകളില്ലാത്തതായിരുന്നു. വ്രതമനുഷ്ഠിക്കുന്നവർക്ക് ആവശ്യമായ പോഷകസമൃദ്ധമായ ഭക്ഷണത്തിനൊപ്പം നാട്ടുകാരുടെ സ്നേഹവും ചടങ്ങിൽ നിറഞ്ഞു നിന്നു. വരിവരിയായി ഇരിക്കുന്നവർക്കിടയിൽ ഒരേ പാത്രത്തിൽ നിന്ന് ഭക്ഷണം പങ്കിടുന്ന കാഴ്ച കേരളീയ സംസ്കാരത്തിന്റെ നേർചിത്രമായിരുന്നു. നമ്മുടെ ആഘോഷം പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ അയൽവാസികളും അതിൽ പങ്കാളികളാകണമെന്ന് ക്ഷേത്ര കമ്മിറ്റി ഭാരവാഹികൾ പറഞ്ഞു. വ്രതാനുഷ്ഠാനം കാരണമാണ് അവർക്ക് വരാൻ കഴിയാത്തതെന്ന് അറിഞ്ഞപ്പോൾ അവരുടെ വിശ്വാസത്തെ ബഹുമാനിച്ചുകൊണ്ട് തന്നെ ഒരു പരിഹാരം കണ്ടെത്തുകയായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്നും അവർ കൂട്ടിച്ചേർത്തു. ഈ വാർത്ത പുറത്തു വന്നതോടെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള പ്രതികരണങ്ങളാണ് ഉണ്ടായത്. ഇതാണ് യഥാർത്ഥ കേരളം എന്ന തലക്കെട്ടോടെ പൂമാണം ക്ഷേത്രത്തിലെ നോമ്പുതുറ ചിത്രങ്ങൾ വൈറലായി. വർഗീയതയുടെ കരിനിഴൽ വീഴ്ത്താൻ ശ്രമിക്കുന്നവർക്കുള്ള കൃത്യമായ മറുപടിയാണ് അരവത്ത് നൽകിയതെന്ന് പലരും അഭിപ്രായപ്പെട്ടു. നമ്മുടെ ഗ്രാമങ്ങളിൽ ഇന്നും ഇത്തരം ബന്ധങ്ങൾ ശക്തമാണെന്നത് വലിയൊരു ആശ്വാസമാണ്. ഒരു ക്ഷേത്രത്തിനെ പുനഃപ്രതിഷ്ഠാ ചടങ്ങിനോട് അനുബന്ധിച്ച് നടന്ന ഈ നോമ്പുതുറ വരും തലമുറയ്ക്ക് വലിയൊരു പാഠമാണ് നൽകുന്നത്. മതം മനുഷ്യനെ വേർതിരിക്കാനല്ല, മറിച്ച് ഒന്നിപ്പിക്കാനാണ് എന്ന് ഈ ചടങ്ങ് ഓർമ്മിപ്പിച്ചു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമാനമായ വാർത്തകൾ മുൻപും കേട്ടിട്ടുണ്ടെങ്കിലും കാസർഗോഡിന്റെ മണ്ണിൽ ഇത്തരം സൗഹൃദങ്ങൾക്കുള്ള പ്രാധാന്യം വളരെ വലുതാണ്. ക്ഷേത്രങ്ങളും പള്ളികളും തമ്മിലുള്ള ഈ ആത്മബന്ധം നമ്മുടെ നാടിന്റെ സുരക്ഷാ കവചമാണ്. അരവത്ത് മട്ടങ്ങാനം കഴകം പൂമാണക്കുടി ക്ഷേത്രത്തിലെ ഈ വിപ്ലവകരമായ തീരുമാനം മറ്റു ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും മാതൃകയാണ്. ആഘോഷങ്ങൾ ആരുടേതായാലും അത് നാട്ടുകാരുടേതാക്കി മാറ്റാൻ ഇത്തരം ഇടപെടലുകൾക്ക് സാധിക്കും. പൂമാണം ക്ഷേത്രം മുറ്റത്തെ ആ വൈകുന്നേരം അവസാനിക്കുമ്പോൾ അവിടെ ബാക്കിയായത് ഒട്ടനവധി പുഞ്ചിരികളും ഹൃദയം നിറഞ്ഞ നന്ദി വാക്കുകളുമാണ്. പുനഃപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് ഐശ്വര്യം പകർന്നു നൽകാൻ ഈ സാഹോദര്യത്തിന് സാധിച്ചു. ഇത്തരത്തിലുള്ള സ്നേഹത്തിന്റെ തുരുത്തുകൾ നിലനിൽക്കുന്നിടത്തോളം കാലം കേരളത്തിന് ഭയപ്പെടാനില്ല. അരവത്തെ മനുഷ്യർ കാണിച്ചു തന്ന ഈ മാതൃക ലോകമെമ്പാടുമുള്ള മലയാളികൾക്ക് അഭിമാനമാകുന്ന ഒന്നാണ്.